ലൈനിങ് ചുരിദാർ നമ്മൾ കട്ട് ചെയ്യുന്നത്. ആദ്യം ലൈനിങ് നമുക്ക് കട്ട് ചെയ്യണം. ലൈനിങ്ങിൻ്റെ മടക്ക് വശം നമ്മുടെ സൈഡിലിട്ടിട്ട് മടക്ക് വശം നമ്മുടെ ഫ്രണ്ട് വശത്തിടണം. എന്നിട്ട് ഓപ്പൺ വരുന്ന വശം ഈ വശത്തോടെ ഇടണം. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ലൈനിങ് ഒന്ന് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തിട്ട് വേണം നമുക്ക് ഇറക്കം എടുക്കാൻ വേണ്ടുന്ന ഇറക്കം എടുക്കാൻ കേട്ടോ. എന്നിട്ട് ലെവൽ ചെയ്തതിന് ശേഷം മടക്ക് വശം നമ്മുടെ സൈഡിലിട്ടിട്ട് 2 പീസുണ്ട്, അതായത് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്, ബാക്കും ഫ്രണ്ടും ആയിട്ട്. ഓക്കെ, 4ആയിട്ട് മടക്കിയിട്ടിട്ട് ലൈനിങ് ചേർത്ത് ബാക്കും ഫ്രണ്ടും ഒന്നിച്ച് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ലൈനിങ്ങാണ് കട്ട് ചെയ്യാൻ പോലെ. അപ്പം നമ്മൾ തുണി സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം അടി മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് ലൈനിങ്ങിൻ്റെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു 3 ഇഞ്ച് കുറച്ചാണ് ലൈനിങ്ങിന് എടുക്കുന്നത്. എനിക്കിവിടെ വേണ്ടുന്ന ഇറക്കം 44ആണ്. അതിനേക്കാളും 3 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 41 ഇഞ്ച് എടുക്കണം ലൈനിങ്. മടക്കാൻ വേണ്ടി 1 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വേണ്ടുന്ന ഞാൻ എടുക്കുന്നത് 41, മെയിൻ പീസിൽ 43. ഓക്കെ, എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡർ എടുക്കണം. ഷോൾഡർ എനിക്ക് വേണ്ടുന്നത് 6.5ആണ്. ഷോൾഡർ എനിക്ക് വേണ്ടുന്നത് 6.5. അവിടെ നിന്ന് കൈക്കുഴി 6.5 എടുക്കുന്നത് കേട്ടോ. കൈക്കുഴി 6.5 എടുത്തിട്ട് അവിടെ നമുക്ക് ചെസ്റ്റ് ലൈൻ കൊടുക്കണം. ഷോൾഡർ എടുത്തതിന് ശേഷം താഴോട്ട് കൈക്കുഴി എടുത്തതിന് ശേഷം ചെസ്റ്റ് ലൈൻ കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ലെന്ത് കൊടുക്കാം. ഈ ഷോൾഡറിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ലെന്ത് വരുന്നത് 13.5ആണ്. 14 എടുക്കുന്നത്, 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുന്നത്, 14 എടുക്കുക കേട്ടോ. എന്നിട്ട് സ്ലിറ്റിൻ്റെ ലെന്ത് നമുക്ക് അപ്പം തന്നെ എടുക്കാം. 22ആണ്, അന്നേരം ഞാൻ 22.5 എടുക്കുന്നത് ഷോൾഡർ ജോയിൻറ്റിന് വേണ്ടി കേട്ടോ. 22 എനിക്ക് വേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്കങ്ങ് ലൈൻ ചെയ്യാം. ലൈൻ ചെയ്തതിന് ശേഷം ഈ ഓരോ ഭാഗത്തെ വണ്ണം നമുക്ക് കാണാം. ചെസ്റ്റ് വണ്ണം എനിക്ക് വേണ്ടത് ഇവിടുന്ന് 10.5ആണ്. 4-1 ഭാഗമല്ലേ, അപ്പോൾ എനിക്കിവിടെ വേണ്ടത് 10.5ആണ്. ഓക്കെ, ഇവിടെ വേണ്ടത് വേസ്റ്റ് ഭാഗത്തെ വണ്ണം 10ആണ് വേണ്ടത് കേട്ടോ. 4-1 ഭാഗമാണ് 10. സ്ലിറ്റിൻ്റെ ഭാഗത്തിൽ വണ്ണം വേണ്ടത് 11ആണ്. 11.5 കേട്ടോ. 23 പേര്, അപ്പോൾ 11.5 എടുത്ത് ഈ 11.5 എടുത്തതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടാണ് ബോട്ടത്തിൻ്റെ അടിയിലുള്ള ഭാഗം, 12.5 എടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് 1.5 ഇഞ്ച് ഈ എൽ ഷേപ്പില്ലേ, ഇവിടുന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കൈ കുഴിച്ച് വെട്ടണം. ഇവിടെ നിന്നുള്ള ലെന്ത് എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി 6.5ആണ്, 3.25 മാർക്ക് ചെയ്യണം. എന്നിട്ട് 3.25 ഇവിടുന്ന് 1.5 എടുത്തില്ലേ, ഈ 3.5-ന്ന് 1.25 ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇങ്ങനെ നമുക്ക് കൈ കുഴിച്ച് വെട്ടാം, അല്ലെങ്കിൽ ആം ഹോൾ. ഇങ്ങനെ എടുക്കുമ്പം തന്നെ ആം ഹോൾ റൗണ്ട് നമുക്ക് എത്ര കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി ഉണ്ടോ എന്ന് നോക്കണം. എനിക്കിവിടെ വേണ്ടുന്നത് 9ആണ്. അപ്പോൾ എനിക്ക് 9.5 ഉണ്ട്, 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് പോകും. ഓക്കെ, ഇനി നമുക്കത് കൈക്കുഴി 6.5 എടുത്തപ്പോൾ നമ്മുടെ വേണ്ടുന്ന ഇത് കിട്ടിയിട്ടുണ്ട്, ആം ഹോൾ റൗണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യാം. ഈ ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് ഭാഗത്തെ വണ്ണവും ജോയിൻ ചെയ്യാം. ഷേപ്പും വേസ്റ്റും കൂടെ, ഷേപ്പും ഹിപ്പും കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം കണ്ടോ. എന്നിട്ട് ഹിപ്പും ബോട്ടം റൗണ്ടും കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽക്കമ്പ് കേട്ടോ. ഇവിടെ 1 ഇഞ്ചേ ഇടാവും. ഇവിടെ ഒരു 1.25 ഇട്ടാൽ മതി, ഇവിടെ 1.5. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 1 ഇഞ്ച്. ഇത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാം.
1.5 നമ്മൾ കുഴിച്ച് വെട്ടിയേക്കാം. അത് ഇങ്ങനെ ഇങ്ങനെ വെട്ടണം കേട്ടോ. എന്നിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കാണ് ഈ കാണുന്നത്. എന്നിട്ട് തയ്യൽ ഇവിടെ 1 ഇഞ്ച് ആവാം കേട്ടോ. ഓഫാക്ക്. എന്നിട്ട് ഇവിടെ നമുക്ക് ഷേപ്പ് എടുക്കാം. ഇവിടെ നമുക്ക് നമ്മൾ ലൈനിങ്ങിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിയും. ഓക്കെ, അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് തന്നെ പുറത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അടിക്കാൻ എളുപ്പം. അപ്പോൾ ഈ ലൈൻ എല്ലായിടത്തും വരും. ഇനി നമുക്ക് സ്ലീവ് കൂടെ കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടുന്ന തുണി മറക്കുക. ഷോൾഡർ എത്ര എടുത്തതെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു 2.5 മുതൽ 3 വരെ കൂട്ടാം. ഷോൾഡർ ഞാൻ എടുത്തത് 6.5 പിന്നെ എനിക്ക് 3 ഇഞ്ച് കൂടെ കൂട്ടി. 6യും 3 കൂടെ ആകുമ്പോൾ 9.5. അപ്പോൾ 9.5 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടുന്ന ഷോൾഡർ ഇങ്ങനെ സ്ലീവിൻ്റെ ലെന്ത് 15 അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 16. എന്നിട്ട് ഇവിടുത്തെ റൗണ്ട് സ്ലീവ് റൗണ്ട് വന്നേക്കുന്നത് 5.5 1.5 തയ്യത്തുമ്പ്. ഇവിടെ നമ്മൾ 9.5 മാർക്ക് ചെയ്തില്ലയോ. എന്നിട്ട് ഇവിടെ നിന്നൊരു 3.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് 2 ഇഞ്ച് ചെയ്യണം. എന്നിട്ട് ഈ 2ൽ നിന്ന് 3 ഇങ്ങനെ 3.5 ഇങ്ങനെ ഷേപ്പ്. എന്നിട്ട് നമുക്കിവിടെ ഈ ഇതുണ്ടെങ്കിൽ ഇത് ഞാനൊരു സ്കെയിലുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്തതനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി, വരച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ വണ്ണം കണ്ട നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ മാർക്ക്. ഇനി നമുക്ക് ഇതും ബോഡി പാർട്ടും കൂടെ കറക്റ്റാണെന്ന് നോക്കുക. നമ്മൾ ഈ അളവിൽ കറക്റ്റാണെന്ന് നോക്കുക. കണ്ടോ, നമ്മൾ ഷോൾഡർ ജോയിൻ്റ് കഴിഞ്ഞിട്ട് സ്ലീവിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ കറക്റ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ കിട്ടി? ലൈനിങ്ങിൻ്റെ ലൈനിങ് വെച്ച് ബോഡി പാർട്ടും കട്ട് ചെയ്ത് ബാക്കും ഫ്രണ്ടും സ്ലീവും കട്ട് ചെയ്ത്. ഇനി നമുക്ക് പിന്നെ മെയിൻ പീസ് കട്ട് ചെയ്യാം. മെയിൻ പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മെയിൻ പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ആദ്യം കട്ട് ചെയ്യണം. ഡിസൈൻ നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് സെൻറ്റർ മടക്കാം. ഓക്കെ, ഡിസൈൻ നോക്കിയതിന് ശേഷം അത് ലെവലാന്ന് നോക്കണം. എന്നിട്ട് സെൻറ്റർ ഭാഗം കറക്റ്റ് വെച്ച് മടക്കിയിടണം. ഇനി നമുക്ക് വേണ്ടുന്ന ഇറക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞ്? 44 എനിക്ക് വേണ്ട. ഇവിടെ അടി മടക്കി തയ്ക്കേണ്ട. ഈ ലേസ് വെച്ചോട്ട് നമുക്ക് മടക്കി തയ്ക്കേണ്ട. അല്ലെങ്കിൽ മടക്കി തയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് കൂടുമ്പോൾ കൂട്ടിയെടുക്കണം. ഇപ്പം ഞാൻ മടക്കി തയ്ക്കുന്നില്ല ഇതിന്. അപ്പോൾ 44-ന് 44.5 എടുത്താൽ മതി കേട്ടോ. 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അടുത്ത് പോകും. ആ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തല്ലോ അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല. ഇത് വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം.
നമുക്കിത് വെച്ച് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. കൂടെ നെക്കിൻ്റെ സെൻറ്ററാണെന്നറിയാൻ വേണ്ടി കട്ട് ചെയ്യും, മുറിച്ചിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതേപോലെ മടക്കും. ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്യാം. ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ്ങിന് എത്ര വിട്ടെടുത്തോ അതേ രീതിയിൽ എടുത്താൽ മതി. വീതി അടിവീതി എത്ര എടുത്തോ അതേ വീതിയിൽ തുണി മടക്കി ഇട്ടാൽ മതി. അപ്പം തുണി നമുക്ക് വേസ്റ്റായി പോവില്ല. കണ്ടോ? കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെയാണ് നമ്മൾ ഷോൾഡർ വന്നത്. 44 വേണ്ടേ? ആരാ 44. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ അളവ് ലൈനിങ് ആണ് കേട്ടോ. ലൈനിങ് ആണ് കറക്റ്റ് അളവ് വന്നിരിക്കുന്നത്. മെയിൻ പീസ് നമ്മൾ ഇച്ചിരി കൂടെ കൂട്ടിയിട്ടുണ്ട്. ലൈനിങ്ങും മെയിൻ പീസും കൂടെ ചേർത്ത് തയ്ച്ചതിന് ശേഷം എന്ത് ചെയ്യണം? കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി ലൈനിങ്ങിൻ്റെ ലെവലാക്കണം കേട്ടോ. അപ്പം നമ്മൾ ബോഡി പാർട്ട് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കൂടി കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ, സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് 4ആയിട്ട് തുണി മടക്കണം. ഞാൻ നമുക്ക് വേണ്ടുന്ന ഇറക്കം കിട്ടുമെന്ന് നോക്കാം. ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് ബോർഡർ വെച്ച് കൊടുക്കാം, അന്നേരം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ 15 ഇറക്കം വേണ്ടുന്നത്. അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കുറച്ചെടുത്തിട്ട് ഈ ബോർഡർ പീസ് നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ലെന്ത് കിട്ടുകയും ചെയ്യും, പിന്നെ ഭംഗിയുണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. നമ്മൾ സ്ലീവും കട്ട് ചെയ്തു. ഞാനിനി ഇത് ബോർഡറും കൂടെ കൊടുക്കും കേട്ടോ. നമുക്ക് കറക്റ്റ് ബോർഡർ ആ ഡിസൈൻ വരുന്നതനുസരിച്ച് ചേർത്ത് വെക്കും. ഉണ്ടോ? ഈ ഡിസൈൻ എടുത്തിട്ട് ബോർഡർ കൂടെ കൊടുക്കുമ്പോൾ ഭംഗിയാവും. കുറവുള്ളെടുത്ത് നമുക്ക് താഴത്തെ സ്ലീവിൻ്റെ ഈ ഭാഗത്തില്ലേ, അടിഭാഗത്ത് റൗണ്ട് ഭാഗത്ത് ബോർഡർ കൂടെ കൊടുത്ത് നമുക്ക് ലെവലാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പിന്നെ ഒരു ലൈനിങ് ചുരിദാർ കട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ.
നമുക്ക് തയ്ച്ചെടുത്താൽ മതി. ഓക്കെ.